ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു ഫാഷൻ ഫ്രൂട്ട് സ്കോഷ് റെസിപ്പിയായിട്ടാണ്. വളരെ ഈസിയായി നമുക്ക് എങ്ങനെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് എൻ്റെ വീട്ടിൽ പിടിച്ച പാഷൻ ഫ്രൂട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളപ്പോൾ ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഷൻ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൾപ്പ് ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതേപോലെ ഇനി ബാക്കിയുള്ള ഫാഷൻ ഫ്രൂട്ടും നമുക്ക് ഇതിൻ്റെ പൾപ്പ് വേർതിരിച്ചെടുക്കാം. നമ്മളിവിടെ 15 ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് അലിഞ്ഞോളും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്കോഷ് തയ്യാറാക്കാനുള്ള പരിപാടികൾ നോക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷ് തയ്യാറാക്കാനായി ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വെള്ളം ജസ്റ്റ് ഒരു ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് അതേ കപ്പിന് തന്നെ 1 കപ്പ് പഞ്ചസാര. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് അര നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര പാനി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് തണുക്കാൻ അനുവദിക്കുക. അതിന് നമ്മുടെ പഞ്ചസാര പാനി നല്ലോണം തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുവോടെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അത് ആവശ്യമില്ലാത്തവർക്ക് ജ്യൂസാക്കി എടുത്തതിന് ശേഷം ഇതേ കണക്ക് പഞ്ചസാര പാനി മിക്സ് ചെയ്താലും മതി. കുപ്പിയിലോട്ടൊക്കെ നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിത് 10-15 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത് സർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് സർവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.